ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ജരാസന്ധനെ കബളിപ്പിച്ചിട്ട് രാമനും കൃഷ്ണനും ദ്വാരകയിലേക്ക് എത്തിച്ചേർന്ന ഭാഗമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബലരാമന്റെ വിവാഹമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്ന് ബലരാമന്റെ വിവാഹത്തിൽ പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. നമുക്കെല്ലാവർക്കും അറിയാം, ദേവശില്പിയാണ് ആര്? വിശ്വകർമാവ്. അങ്ങനെ ദേവശില്പിയാൽ നിർമ്മിതമായതും ഇന്ദ്രാദി സർവദിക്പാലകന്മാരാലും നൽകപ്പെട്ട വിശേഷപ്പെട്ട സമ്പത്തുകൾ കൊണ്ട് അനുഗ്രഹീതവുമായ ദ്വാരക എന്ന ദ്വാരാപതിയിൽ ദേവദേവേശനായ ദേവകീനന്ദനൻ കൃഷ്ണൻ യദുവംശ തിലകനായി അങ്ങനെ വാഴുകയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ദ്വാരക ഒരു പുണ്യ നഗരിയായി തീർന്നു. മഹർഷിമാരും ശ്രേഷ്ഠന്മാരും എപ്പോഴും ദ്വാരക സന്ദർശിച്ചു കൊണ്ടിരുന്നു. നഗരവീഥികൾ എപ്പോഴും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മധുരാപുരിയുടെ രാജാവ് ആരായിരുന്നു? ഉഗ്രസേനനായിരുന്നു. ആ ഉഗ്രസേനൻ തന്നെയാണ് ദ്വാരകയുടെയും രാജാവ്. ഉഗ്രസേനനെ തന്നെയാണ് ദ്വാരകയുടെ രാജാവായി കൃഷ്ണൻ അഭിഷേകം ചെയ്തത്. ഉദ്ധവര്, സാത്യകി, അക്രൂരൻ, കൃതവർമാവ്, ഗദൻ, സാരണൻ തുടങ്ങിയവർ തന്നെയായിരുന്നു ദ്വാരകയിലെയും മന്ത്രിമാർ. അതായത് മധുരയിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു ദ്വാരകയിലും എന്നർത്ഥം. ഉഗ്രസേനനാണ് രാജാവെങ്കിലും കൃഷ്ണൻ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ദ്വാരകയുടെ അധിപതി. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവരും കൃഷ്ണനോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. ബലരാമനും ശ്രേഷ്ഠമായ ഒരു പദവി ദ്വാരകയിൽ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠൻ എന്ന നിലയിൽ കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും രാമനുമായി ആലോചിച്ചു തന്നെയാണ് ചെയ്തിരുന്നത്. വസുദേവരും ശൂരസേനനും ഒന്നും തന്നെ ഈ ഭരണകാര്യങ്ങളിലൊന്നും ഇടപെടാറും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. രാമനും കൃഷ്ണനും കൗമാരം തരണം ചെയ്തു. ഇനി വിവാഹകാര്യം ആലോചിക്കണം. ആദ്യം രാമന്റെ വിവാഹം. ജ്യേഷ്ഠൻ രാമനാണല്ലോ. അങ്ങനെ ബലരാമനെ വിവാഹം കഴിപ്പിക്കണം. ബലരാമന്റെ വിവാഹകാര്യം വസുദേവര് രാജാവായ ഉഗ്രസേനനുമായിട്ട് ആലോചിക്കുന്നു. ഉത്തമയായ ഒരു കന്യകയെ തിരഞ്ഞെടുക്കണം. അതിനു വേണ്ടിയിട്ട് ബലരാമന് വേണ്ടി വിവാഹം ആലോചിക്കുന്നതിന് വേണ്ടി വിവാഹദൂതന്മാർ ഓരോ കൊട്ടാരങ്ങളിലും കയറി ഇറങ്ങുകയാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് കുറച്ച് പഴയ കാലത്തിലേക്ക് പോകാം. സൂര്യവംശത്തിലെ രാജാവായിരുന്ന ശര്യാദിയുടെ ഒരു പുത്രനാണ് ആര്? ആനർത്തൻ. ഈ ആനർത്തന് ഒരു സഹോദരിയുണ്ട്. ആര്? സുകന്യ. ഈ സുകന്യയെ ആരാണ് വിവാഹം കഴിച്ചത്? ഭൃഗു മഹർഷിയുടെ പുത്രനായ ച്യവന മഹർഷിയാണ് ഈ സുകന്യയെ വിവാഹം കഴിച്ചത്. ഈ ആനർത്തന്റെ രാജ്യമായിരുന്നു ഏത്? കുശസ്ഥലി. ഈ കുശസ്ഥലിയാണ് വരുണനോടുള്ള വഴക്കിന്റെ പുറത്ത്, അതായത് സമുദ്രദേവനായ വരുണനോടുള്ള വഴക്കിന്റെ പുറത്ത് സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയതും പിന്നീട് ദ്വാരകയായി തീർന്നതും. ആ കാര്യം നമ്മൾ ദ്വാരകയുടെ ഉൽപ്പത്തി പറഞ്ഞ സമയത്ത് പറഞ്ഞു. വീണ്ടും നമ്മൾ ഈ ആനർത്തന്റെ കാര്യം പറഞ്ഞത് ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതായത്
ഈ ആനർത്തന് ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രന്റെ പേരാണ് രേവതൻ. ഈ രേവതന് 100 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു. പുത്രിയുടെ പേര് രേവതി. രേവതി അതിസുന്ദരിയായിരുന്നു, ശ്രേഷ്ഠയായിരുന്നു, എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയവളായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കണ്ടെത്തുക എന്നുള്ളത്, അതായത് തൻ്റെ മകൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഭർത്താവിനെ കണ്ടെത്തുക എന്നുള്ളത് വിഷമകരമായ ഒരു കാര്യമാണ് എന്ന് രേവതന് തോന്നുന്നു. അങ്ങനെ രേവതൻ ബ്രഹ്മദേവനെ കാണാനായിട്ട് പോകുന്നു. ബ്രഹ്മദേവനെ ചെന്ന് കണ്ട് തൻ്റെ വിഷമങ്ങളെല്ലാം പറയുന്നു. ബ്രഹ്മദേവൻ രേവതനെ സമാധാനപ്പെടുത്തി. എന്നിട്ട് പറയുകയാണ്, ഇഷാക്ക് വംശത്തിൽ പിറന്ന നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിന്റെ പുത്രിയുടെ കാര്യത്തെക്കുറിച്ചോർത്ത് നീ വിഷമിക്കുകയേ വേണ്ട. പക്ഷേ ഇപ്പോഴൊന്നും നിന്റെ പുത്രിയുടെ വിവാഹം നടക്കില്ല. പക്ഷേ എപ്പോൾ നടന്നാലും അതുവരെയും അവൾ കന്യകയായി തുടരുകയും അവളുടെ പ്രായത്തിനോ സൗന്ദര്യത്തിനോ ബുദ്ധിക്കോ യാതൊരു കുറവും വരികയില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ദ്വാപരയുഗം പിറക്കും. ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വസുദേവൻ എന്ന യാദവ ശ്രേഷ്ഠന് അനന്താംശം കൊണ്ട് ബലഭദ്രൻ എന്ന നാമധേയത്തിൽ ഒരു പുത്രൻ ജനിക്കും. അന്ന് ആ കുമാരൻ ഇവളെ വിവാഹം കഴിക്കും. നിന്റെ പുത്രിക്ക് വിധിക്കപ്പെട്ട വല്ലഭൻ ബലരാമനായതിനാൽ നീ അത്രയും കാലം കാത്തിരിക്കണമെന്ന് ബ്രഹ്മദേവൻ പറയുന്നു. അങ്ങനെ ബ്രഹ്മദേവന്റെ വാക്കുകൾ അനുസരിച്ചിട്ട് രേവതൻ ബ്രഹ്മദേവനെ വന്ദിച്ചതിനു ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് പോകുന്നു. അങ്ങനെ ആ യുഗം അവസാനിക്കുന്നു. അതായത് ഈ കാര്യങ്ങളൊക്കെ നടന്നത് ത്രേതായുഗത്തിലാണ്. അങ്ങനെ ആ യുഗം അവസാനിക്കുന്നു. ദ്വാപരയുഗം പിറക്കുന്നു. ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ യദുവംശത്തിൽ വസുദേവന്റെ പുത്രനായി ബലരാമൻ അവതരിക്കുന്നു. ആ സമയമായപ്പോഴേക്കും രേവതിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം മരണപ്പെട്ടു പോയിരുന്നു. പക്ഷേ രേവതി മാത്രം ആ സമയവും അവളുടെ സൗന്ദര്യത്തിന് ഒരു കുറവും വരാതെ അപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രഹ്മദേവന്റെ അനുഗ്രഹപ്രകാരം ബ്രഹ്മദേവൻ നിശ്ചയിച്ചതനുസരിച്ചിട്ട് ബലരാമൻ രേവതിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോരുന്നു. എവിടേക്ക് കൊണ്ടുപോരുന്നു? ദ്വാരകയിലേക്ക് കൊണ്ടുപോരുന്നു. ഈ ദ്വാരക യഥാർത്ഥത്തിൽ ആരുടെ സ്വത്തായിരുന്നു? രേവതിയുടെ അച്ഛന്റെ അപ്പൂപ്പന്റെ സ്വത്തായിരുന്നു. രേവതിയുടെ അച്ഛൻ രേവതൻ, രേവതന്റെ അച്ഛൻ ആനർത്തൻ. ആനർത്തന്റെ നഗരമായ കുശസ്ഥലി തന്നെയാണ് പിന്നീട് ദ്വാരകയായി തീർന്നത്. അവിടേക്ക് തന്നെയാണ് പിന്നീട് രേവതി എത്തിച്ചേർന്നത്. ഹരേ കൃഷ്ണ. ഇവിടെ പണ്ട് എൻ്റെ അമ്മുമ്മയൊക്കെ എനിക്ക് കഥ പറഞ്ഞു തന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നു. അതായത് ദ്വാപരയുഗത്തിലാണ് ബലരാമന്റെയും രേവതിയുടെയും വിവാഹം നടന്നത് എങ്കിലും രേവതിയും രേവതനും ഒക്കെ ജീവിച്ചിരുന്നത് ത്രേതായുഗത്തിലാണ്. ഇവിടെ രേവതിയും രേവതനും കൂടി ബ്രഹ്മലോകത്ത് പോയി എന്നും അവിടെ ബ്രഹ്മദേവനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത്, അതായത് ഭൂമിയിലെ സമയവും ബ്രഹ്മലോകത്തിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നത് കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ത്രേതായുഗം അവസാനിച്ചിരുന്നു എന്നും ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടമായിരുന്നു എന്നും
എൻ്റെ അമ്മുമ്മയൊക്കെ ആ രീതിയിൽ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ബലരാമൻ രേവതിയെ വിവാഹം കഴിച്ചതാണെന്നും ത്രേതായുഗത്തിലെ മനുഷ്യർക്ക് ദ്വാപരയുഗത്തിലെ മനുഷ്യരെക്കാൾ വലിപ്പം കൂടുതൽ ഉണ്ടായിരുന്നു എന്നും, അതായത് യുഗങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് മനുഷ്യന്റെ വലിപ്പത്തിന് കുറവ് സംഭവിക്കുന്നു എന്നാണ് വിശ്വാസം. ദ്വാപരയുഗത്തിലെ മനുഷ്യരെക്കാൾ ചെറിയ മനുഷ്യരാണ് ഇപ്പോൾ കലിയുഗത്തിലുള്ളത് എന്നാണ് വിശ്വാസം. അങ്ങനെ രേവതിക്ക് വലിപ്പം കൂടുതൽ, പൊക്കം കൂടുതൽ ഉണ്ടായിരുന്നുവെന്നും ബലരാമൻ തന്റെ കലപ്പ കൊണ്ട് താഴേക്ക് വലിച്ച് രേവതിയുടെ പൊക്കം കുറച്ചു എന്നും ഒക്കെ ഒരു കഥ. ഇതൊക്കെ ഇങ്ങനെ അമ്മുമ്മമാര് പറഞ്ഞു തന്ന കഥയാണ്. എന്തുതന്നെയായാലും ഭാഗവതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. കഥകൾ നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മുമ്മ പറഞ്ഞ രണ്ടാമത് പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഭാഗവതത്തിൽ വായിച്ചപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിലാണ് കേട്ടത്. അതായത് ബ്രഹ്മദേവന്റെ അഭിപ്രായ പ്രകാരം ബ്രഹ്മദേവൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതായത് ആ സമയമായപ്പോഴേക്കും രേവതനൊക്കെ മരിച്ചു പോയിരുന്നു, രേവതി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ചില പുസ്തകങ്ങളിൽ ഭാഗവതം തന്നെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് പല കഥകളും എഴുതിയിരിക്കുന്നത്. അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേരളത്തിലെ ഭാഗവതത്തിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പല കഥകളിലുമുണ്ട്. രാമായണത്തിലും അങ്ങനെ തന്നെ. അതുപോലെ ഇങ്ങനെ ഞാൻ തന്നെ ഈ രണ്ട് രീതിയിലും കേട്ടിട്ടുണ്ട്. അപ്പം ഏതാണോ നിങ്ങൾക്ക് സ്വീകാര്യമായത് അത് എടുത്തുകൊള്ളുക. എന്തു തന്നെയായാലും രേവതിയുടെ ജന്മകാലം, ജനിച്ചതും രേവതി വളർന്നതുമൊക്കെ ത്രേതായുഗത്തിലായിരുന്നു. ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടം വരെ ബലരാമന് വേണ്ടി രേവതി കാത്തിരിക്കുകയായിരുന്നു. ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ബലരാമൻ രേവതിയെ വിവാഹം കഴിച്ചു. രേവതിയുടെ അച്ഛന്റെ രാജ്യം തന്നെയായിരുന്നു പിന്നീട് ദ്വാരകയായി തീർന്നതും. ഇത്രയും കാര്യങ്ങൾ ഏതു കഥയിലും ഒരുപോലെ തന്നെയാണുള്ളത്. അപ്പൊ ആ കാര്യം നമ്മൾ കൂടുതലായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ബലരാമന്റെ വിവാഹം എങ്ങനെയാണ് നടന്നത് എന്നും ബലരാമൻ ആരെയാണ് വിവാഹം കഴിച്ചത് എന്നും രേവതിക്ക് ദ്വാരകയുമായി മുമ്പുണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നു എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസത്തിനായി എല്ലാവരും കാത്തിരിക്കുക. നാളെ രുക്മിണി സ്വയംവരത്തിന് എല്ലാവരും പങ്കെടുക്കണം. ഹരേ കൃഷ്ണ.